ലോകത്തിലോട്ട് നോക്കിക്കേ, അവിടെ ഒന്നടങ്കം ഇന്ന് കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന, കർത്താവിന്റെ വചനത്തെ ഇല്ലാതാക്കുന്ന അനേകം പാപകരമായ നിയമങ്ങളും, കർത്താവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ തള്ളിക്കളയുന്ന അനേകം പാപ പ്രവർത്തികളുടെ അതിപ്രസരവും നമ്മൾ ഈ ലോകത്തിൽ കാണുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ നോക്കി കണ്ണീരൊഴുക്കി അതേ കർത്താവ് ഇന്നും കരയുകയാണ്, നമ്മെ പ്രതി കരയുകയാണ്. സഹോദരങ്ങളെ, കർത്താവിന് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി ഈ നാളുകളിൽ സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു ആനന്ദം നമുക്ക് ലഭിക്കാനുണ്ടോ? അതിനേക്കാൾ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കാനുണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി പ്രയോജനപ്പെടുന്നതിനേക്കാൾ ഒരു നന്മ ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാനില്ല. കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, കർത്താവിന്റെ പരിശുദ്ധമായ സഭ സത്യമാണെങ്കിൽ, തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനായി എന്റെയും നിങ്ങളുടെയും ജീവിതം പ്രയോജനപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവം സഹോദരങ്ങളെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല.